ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ജോഗ്രഫി ക്ലാസ്. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആശയങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ആ ഭാഗങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ശ്രദ്ധിക്കുക, ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പോയിൻ്റാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ട ആശയമാണ്. എന്താണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ? അതിൻ്റെ പ്രാധാന്യം എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ പ്രാധാന്യം എന്താണ്? 180 degree longitude is known as international date line. 180 degree longitude is known as international date line. 180 ഡിഗ്രി രേഖാംശ രേഖയ്ക്കാണെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. 180 degree longitude is known as international date line. And it lies, opposite of Greenwich line. It lies opposite of Greenwich line. ഗ്രീനിച്ച് രേഖയ്ക്ക് നേർ എതിർവശത്താണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് actually we experience 24 hours time difference both sides of international date line. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുഭാഗങ്ങളും തമ്മിൽ 24 മണിക്കൂർ സമയ വ്യത്യാസമുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് ഒരാൾ കിഴക്കോട്ടും ഒരാൾ പടിഞ്ഞാറോട്ടും പോകുന്നു. അവർ എവിടെ എത്തിച്ചേരും? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ലോങ്റ്റ്യൂഡിൽ 180 ഡിഗ്രി രേഖാംശ രേഖയിൽ എത്തിച്ചേരും. അപ്പോൾ ഈ രണ്ട് പേരും തമ്മിൽ 24 അവേഴ്സ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ വ്യത്യാസം അനുഭവപ്പെടും. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കരഭാഗത്തു കൂടി കടന്നു പോകുന്നില്ല. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണ്? കരഭാഗത്തു കൂടി കടന്നു പോകുന്നില്ല. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ദാറ്റ് പാസസ് ത്രൂ Bering Strait and the parts of Pacific Ocean, avoiding land area. International date line that passes through Bering Strait and the parts of Pacific Ocean. അതായത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന് കടന്നു പോകുന്നത് ബെറിങ് സ്ട്രെയിറ്റിലൂടെയും പസഫിക് സമുദ്ര ഭാഗങ്ങളിലൂടെയുമാണ്. ബെറിങ് സ്ട്രെയിറ്റിലൂടെയും പസഫിക് സമുദ്ര ഭാഗങ്ങളിലൂടെയുമാണ്. കരഭാഗത്തെ ഒഴിവാക്കിയിരിക്കുന്നു. കരഭാഗത്തെ ഒഴിവാക്കാൻ കാരണം എന്താ? ഇപ്പോൾ കരഭാഗത്തു കൂടി ഈ ലൈൻ കടന്നു പോകുന്നു. അപ്പോൾ ഈ ലൈനിൻ്റെ രണ്ട് ഭാഗവും തമ്മിൽ 24 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദാറ്റ് വുഡ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഓർ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. അത് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ലാൻഡ് ഏരിയ അവോയ്ഡ് ചെയ്തിട്ടാണ്, കരഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വരയ്ക്കപ്പെട്ടിട്ടുള്ളത്. ബെറിങ് സ്ട്രെയിറ്റിലൂടെയാണ് കടന്നു പോകുന്നത്, പിന്നെ പസഫിക് സമുദ്ര ഭാഗങ്ങളിലൂടെയും. ബെറിങ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഏഷ്യയ്ക്കും വടക്കേ അമേരിക്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കാണ് ബെറിങ് സ്ട്രെയിറ്റ്. ഏഷ്യയ്ക്കും വടക്കേ അമേരിക്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കാണ് ഇത് ബെറിങ് സ്ട്രെയിറ്റ്. നിങ്ങൾക്ക് ഏഷ്യയുടെ ഭാഗം കാണാം. മാപ്പിൽ ടെക്സ്റ്റിൽ ചിത്രമുണ്ട്. ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള സൈബീരിയ, ഇപ്പുറം നോർത്ത് അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള അലാസ്ക, ഇതിനിടയിൽ കൂടെയാണ് ബെറിങ് സ്ട്രെയിറ്റ് കടന്നു പോകുന്നത്. സോ ക്രിയേറ്റ് ഐഡിയ അബൌട്ട് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇത് ഗ്രീനിച്ച് രേഖയ്ക്ക് നേർ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതൊരു നേർരേഖ അല്ല. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതൊരു നേർരേഖയല്ല. It passes through Bering Strait and the parts of Pacific Ocean, avoiding land areas. ഇത് കടന്നു പോകുന്നത് ബെറിങ് സ്ട്രെയിറ്റിലൂടെയും അതേപോലെ തന്നെ പസഫിക് സമുദ്ര ഭാഗങ്ങളിലൂടെയുമാണ്. കരഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് വരയ്ക്കപ്പെട്ടിട്ടുള്ളത്. ഈ രേഖയുടെ ഇരുപുറവും തമ്മിൽ 24 മണിക്കൂർ സമയവ്യത്യാസം അനുഭവപ്പെടുന്നു.
ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ ഇരുപുറവും തമ്മിൽ 24 മണിക്കൂർ സമയവ്യത്യാസം അനുഭവപ്പെടുന്നു. We experience 24 hours time difference both side of international date line. നെക്സ്റ്റ് ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ട ആശയം ടൈം കാൽക്കുലേഷനാണ്. എങ്ങനെയാണ് സമയം നിർണ്ണയിക്കുന്നത്? നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സമയവ്യത്യാസം നമുക്ക് അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണമാണ് അല്ലേ? വി എക്സ്പീരിയൻസ് ടൈം ഡിഫറൻസ് ബിക്കോസ് ഓഫ് എർത്ത്സ് റൊട്ടേഷൻ. ഭൂമിയുടെ ഭ്രമണമാണ് സമയവ്യത്യാസത്തിന് കാരണം. ഭൂമി ഭ്രമണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്? എങ്ങനെയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്? യെസ്, അതായത് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ്. ദ എർത്ത്സ് റൊട്ടേഷൻ ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അതുകൊണ്ട് ഭൂമിയിൽ കിഴക്കോട്ട് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് സമയം കുറവുമാണ്. ഭൂമിയിൽ ആദ്യം സൂര്യപ്രകാശം എത്തുന്നത് എവിടെയാണ്? കിഴക്ക് ഭാഗത്താണ്. പിന്നീടാണ് പടിഞ്ഞാറോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ കിഴക്കോട്ട് സമയം കൂടും, പടിഞ്ഞാറോട്ട് സമയം കുറയും. ടൈം കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ആശയങ്ങൾ മറ്റൊന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതാണ്. ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രി ആയിട്ട് കണക്കാക്കിയാൽ we consider the angular distance of the earth as 360 degree. For 360 degree rotation earth takes 24 hours. അതായത് ഭൂമിയുടെ കോണീയ അകലം 360 ഡിഗ്രി ആയിട്ട് കണക്കാക്കിയാൽ ഈ 360 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 24 മണിക്കൂർ. എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റ് ആവശ്യമാണ്. 360 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 1440 മിനിറ്റ്. അങ്ങനെയാകുമ്പോൾ 1 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് എത്ര സമയം വേണം? അതായത് 1440 ഡിവൈഡഡ് ബൈ 360. 1 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ 1440നെ 360 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 4 കിട്ടും. 4 മിനിറ്റാണ് വേണ്ടത്. 1 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് ആവശ്യം എത്രയാണ്? 4 മിനിറ്റാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് രേഖാംശീയ വ്യത്യാസം കിട്ടിയാൽ നമുക്ക് സമയവ്യത്യാസം കാണാം. എത്രയാണോ രേഖാംശീയ വ്യത്യാസം അത് വെച്ചിട്ട് നമുക്ക് സമയവ്യത്യാസം കാണാം. ഇപ്പോൾ 1 ഡിഗ്രി രേഖാംശീയ വ്യത്യാസമാണെങ്കിൽ സമയവ്യത്യാസം എത്രയാണ്? 4 മിനിറ്റാണ്. 1 ഡിഗ്രി രേഖാംശീയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സമയവ്യത്യാസം എത്രയാണ്? 4 മിനിറ്റാണ്. 2 ഡിഗ്രി ആകുമ്പോൾ അത് 8 മിനിറ്റാണ്. 15 ഡിഗ്രി ആകുമ്പോൾ അത് 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറാണ്. അപ്പോൾ ടെക്സ്റ്റിലുള്ളൊരു ചോദ്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചെല്ലാവരും. ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്. സമയ നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ടൈം കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ടെക്സ്റ്റിലുള്ള ചോദ്യം ശ്രദ്ധിക്കാം. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 noon അറ്റ് ഗ്രീൻവിച്ച്? അതായത് ഗ്രീനിച്ച് രേഖയിൽ ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ, ഗ്രീനിച്ച് രേഖയിൽ ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. ഗ്രീനിച്ച് രേഖയിൽ ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ എത്രയായിരിക്കും സമയമെന്നാണ് ചോദ്യം. നോക്ക് നിങ്ങളിവിടെ ഗ്രീനിച്ച് രേഖയിൽ സമയം എത്രയാണ്? ഉച്ചയ്ക്ക് 12 മണിയാണ്. നമുക്ക് സമയം കാണേണ്ടത് ഇന്ത്യയിലേതാണ്. ഗ്രീനിച്ച് രേഖാംശ വ്യാപ്തി എത്രയാണ്? 0 ഡിഗ്രിയാണ്. ഗ്രീനിച്ച് രേഖയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? രേഖാംശം എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയാണ്. യു നോ ദ ലോങ്റ്റ്യൂഡ് ഓഫ് ഗ്രീൻവിച്ച് ദാറ്റ് ഈസ് 0 ഡിഗ്രി and longitude of India is 82.5 degree. Actually, Indian Standard Time that is calculated based on 82.5 degree eastern longitude. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്നത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്, പൂർവ്വ രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ സമയം എത്രയായിരിക്കും? What will be the time in India when it is 12 noon at Greenwich? അപ്പോൾ ആദ്യം നിങ്ങൾ സൂചിപ്പിക്കുക, ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിലുള്ള ലാറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ്. യു നോ ദ ലാറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രീനിച്ച് ആൻഡ് ഇന്ത്യ ഈസ് ഈക്വൽ ടു എത്രയാണ്? ഈസ് ഈക്വൽ ടു 82.5 ഡിഗ്രി. ഗ്രീനിച്ച് രേഖയും ഇന്ത്യയും തമ്മിലുള്ള ലാറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ്, രേഖാംശീയ വ്യത്യാസം എത്രയാണ്? 82.5 ഡിഗ്രി. ഓക്കെ, നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് 1 ഡിഗ്രി ടൈം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 4 മിനിറ്റ്സ് അല്ലേ? 1 ഡിഗ്രി
സമയ വ്യത്യാസം എത്രയാണ്? 1 ഡിഗ്രി ടൈം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി സമയ വ്യത്യാസം സമം 4 മിനിറ്റ് അല്ലേ? എത്രയാണ്? 4 മിനിറ്റ്. 4 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 82.5 ഡിഗ്രി സമയ വ്യത്യാസം എത്രയായിരിക്കും? 82.5 ഡിഗ്രി സമയ വ്യത്യാസം എത്രയായിരിക്കും? 82.5 ഡിഗ്രി സമയ വ്യത്യാസം കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 82.5 ഇൻറ്റു 4. 82 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും നമുക്ക്? 330 കിട്ടും. എത്ര കിട്ടും? 330 കിട്ടും. 330 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 330 മിനിറ്റ് ആണ്. ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 330 മിനിറ്റ് ആണ്. ഇനി അതിനെ നമുക്ക് മണിക്കൂറാക്കാം. എങ്ങനെ മണിക്കൂറാക്കാം? 330 ഡിവൈഡഡ് ബൈ 60. 330നെ 60 കൊണ്ട് ഹരിക്കുക. അപ്പം മണിക്കൂർ കിട്ടും. എത്രയാ? 5.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 5.5 മണിക്കൂർ. 330 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5.5 മണിക്കൂറാണ്. നോക്കുക. അപ്പം ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാ? 5.5 മണിക്കൂറാണ്. ഭൂമിയിൽ എങ്ങോട്ടേക്കാണ് സമയം കൂടുക? കിഴക്കോട്ടാണ്. ഗ്രീനിച്ചിൽ നിന്ന് 82.5 ഡിഗ്രി കിഴക്കാണ് ഇന്ത്യ. ഗ്രീനിച്ചിൽ നിന്ന് 82.5 ഡിഗ്രിയാണ് ഇന്ത്യയുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന മാനക രേഖാംശമുള്ളത്. അപ്പോൾ ഗ്രീനിച്ച് സമയത്തേക്കാൾ കൂടുതലായിരിക്കും എവിടുത്തെ സമയം? കിഴക്കായതുകൊണ്ട് ഗ്രീനിച്ച് സമയത്തേക്കാൾ കൂടുതലായിരിക്കുമല്ലോ ഇന്ത്യയിലെ സമയം. എത്ര സമയം കൂടുതലുണ്ടാവും? 5.5 മണിക്കൂർ. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നോട്ടാണ് ഇന്ത്യയിലെ സമയം ഉണ്ടാവുക. ഇനി ഗ്രീനിച്ചിൽ ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? അതായത് 12 മണി പ്ലസ് 5.5 മണിക്കൂർ. 12 മണിയോട് 5.5 മണിക്കൂർ കൂട്ടുക. അപ്പോൾ 1, 2, 3, 4, 5 അരമണിക്കൂർ. 5.5 മണി. എപ്പോ? വൈകുന്നേരം. ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? 5.5 മണിയാണ്. 5.5 PM. ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? വൈകുന്നേരം 5.5 മണിയായിരിക്കും. 5.5 PM ആയിരിക്കും. ഇത് ടെക്സ്റ്റിലുള്ള ഒരു കണക്കാണ്. മറ്റൊന്ന് ശ്രദ്ധിച്ചോ? മറ്റൊരു കണക്ക് ശ്രദ്ധിക്കലാരും. ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ജപ്പാൻ? What will be the time in Japan? When it is 11 PM on Monday in India. When it is 11 PM on Monday in India. What will be the time in Japan? When it is 11 PM on Monday in India. അതായത് ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? അതാണ് ചോദ്യം. അവിടെ ലോങ്റ്റ്യൂഡ് ഓഫ് ജപ്പാൻ എത്രയാണ്? 135 ഡിഗ്രി ഈസ്റ്റ്. 135 ഡിഗ്രി ഈസ്റ്റ് ആണ് ജപ്പാന്റെ ലോങ്റ്റ്യൂഡ്. Longitude of Japan is equal to 135 degree east. ജപ്പാന്റെ രേഖാംശം സമം 135 ഡിഗ്രി കിഴക്ക്. Longitude of India is equal to ഇന്ത്യയുടെ ലോങ്റ്റ്യൂഡ്, ഇന്ത്യയുടെ രേഖാംശം സമം 82.5 ഡിഗ്രി ഈസ്റ്റ്. 82.5 ഡിഗ്രി ഈസ്റ്റ്. നെക്സ്റ്റ്, you know the longitudinal difference between India and Japan. You know the longitudinal difference between India and Japan. അതായത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം സമം എങ്ങനെ കാണും? 135 ഡിഗ്രി മൈനസ് 82.5 ഡിഗ്രി.
135 ഡിഗ്രി മൈനസ് 82.5 ഡിഗ്രി. 135 ഡിഗ്രി മൈനസ് 82.5 ഡിഗ്രി. 135 ഡിഗ്രിയിൽ നിന്ന് 82.5 ഡിഗ്രി കുറയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈസ് ഈക്വൽ ടു 52.5 ഡിഗ്രി. 135 ഡിഗ്രിയിൽ നിന്ന് 82.5 ഡിഗ്രി കുറച്ചാൽ 52.5 ഡിഗ്രി കിട്ടും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം എത്രയേ ഉള്ളൂ? 52.5 ഡിഗ്രിയേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. 1 ഡിഗ്രി സമയ വ്യത്യാസം സമം 1 ഡിഗ്രി ടൈം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു. 1 ഡിഗ്രി സമയ വ്യത്യാസം എത്രയായിരുന്നു? 1 ഡിഗ്രി സമയ വ്യത്യാസം സമം 4 മിനിറ്റ്. 1 ഡിഗ്രി സമയ വ്യത്യാസം സമം 4 മിനിറ്റ്. സോ അതുകൊണ്ട് 52.5 ഡിഗ്രി സമയ വ്യത്യാസം സമം 52 ഇൻറ്റു 4. 52.5 ഡിഗ്രി സമയ വ്യത്യാസം സമം 52 ഇൻറ്റു 4. 52 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 210 കിട്ടും. എന്ന് പറഞ്ഞാൽ 210 മിനിറ്റ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാ? 210 മിനിറ്റാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സമയ വ്യത്യാസം 210 മിനിറ്റാണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി 210 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 210 മിനിറ്റ്സ് മീൻസ് എത്ര മണിക്കൂറാണ്? 210 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 210 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3.5 മണിക്കൂർ. 210 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂറാണ്. അപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 3.5 മണിക്കൂറാണ്. ഇനി ഇന്ത്യയേക്കാൾ കിഴക്കാണ് ഏത് രാജ്യം? ജപ്പാൻ. അതുകൊണ്ട് ഇന്ത്യൻ സമയത്തേക്കാൾ കൂടുതലായിരിക്കും ജപ്പാനിലെ സമയം. സംശയമില്ലല്ലോ? ഇന്ത്യക്കും കിഴക്കായിട്ടാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സമയത്തേക്കാൾ കൂടുതലായിരിക്കും ജപ്പാനിലെ സമയം. എത്ര സമയം കൂടുതലായിരിക്കും? 3.5 മണിക്കൂർ കൂടുതലായിരിക്കും. ഇന്ത്യൻ സമയത്തേക്കാൾ 3.5 മണിക്കൂർ കൂടുതലായിരിക്കും ജപ്പാനിലെ സമയം. ഇന്ത്യൻ സമയം എത്രയാ? തിങ്കളാഴ്ച രാത്രി 11 മണിയാണ് ഇന്ത്യൻ സമയം. തിങ്കളാഴ്ച രാത്രി 11 മണിയാണ് ഇന്ത്യൻ സമയം. ആ ഇന്ത്യൻ സമയത്തേക്കാൾ 3.5 മണിക്കൂർ കൂടുതലാണ് ജപ്പാനിലെ സമയം. ഇന്ത്യൻ സമയത്തോട് 3.5 മണിക്കൂർ കൂട്ടിയാൽ നമുക്ക് ജപ്പാനിലെ സമയം കിട്ടും. അപ്പൊ തിങ്കളാഴ്ച രാത്രി 11 മണിയാണ് സമയം, ഇന്ത്യൻ സമയം. 11 മണിയോട് 3.5 മണിക്കൂർ കൂട്ടുക. അപ്പോൾ 12, 1, 2 അരയും 2.5 മണി. എപ്പോ? ചൊവ്വാഴ്ച. എന്നാണ്? ചൊവ്വാഴ്ച 2.5 മണിയാണ്. 2.5 ഏത്? 2.5 AM. ചൊവ്വാഴ്ച 2.5 മണി, 2.5 AM ആണ് ജപ്പാനിലെ സമയം. ഓർമ്മിച്ചു വെക്കുക. ടൈം കാൽക്കുലേഷനായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത് പറഞ്ഞ ചോദ്യം ഞാൻ ആവർത്തിക്കാം. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 11 മണിയായിരിക്കുമ്പോൾ 135 ഡിഗ്രി കിഴക്കുള്ള ജപ്പാനിലെ സമയം എത്രയായിരിക്കും? മനസ്സിലായാലും എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? അതായത് ആദ്യം നമ്മൾ ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം കാണുന്നു. ജപ്പാൻ്റെ രേഖാംശം 135 ഡിഗ്രിയാണ്, ഇന്ത്യയുടെ രേഖാംശം 82.5 ഡിഗ്രിയാണ്. അല്ലേ? 135 ഡിഗ്രി മൈനസ് 82.5 ഡിഗ്രി ഈസ് ഈക്വൽ ടു 52.5 ഡിഗ്രി. 1 ഡിഗ്രി സമയ വ്യത്യാസം 4 മിനിറ്റ്. 15 ഡിഗ്രി സമയ വ്യത്യാസം 1 മണിക്കൂർ. അതുകൊണ്ട് 52.5 ഡിഗ്രി സമയ വ്യത്യാസം സമം 52 ഇൻറ്റു 4, 210 മിനിറ്റ്. 210 മിനിറ്റ് മീൻസ് 3.5 മണിക്കൂർ. ഇനി ഇന്ത്യയേക്കാൾ കിഴക്കാണ് ജപ്പാൻ. അതുകൊണ്ട് ഇന്ത്യൻ സമയത്തേക്കാൾ കൂടുതലായിരിക്കും ജപ്പാനിലെ സമയം. എത്ര സമയം കൂടുതലായിരിക്കും? 3.5 മണിക്കൂർ. ഇന്ത്യയിലെ സമയം തിങ്കളാഴ്ച രാത്രി 11 മണി. 11 മണിയോട് 3.5 മണിക്കൂർ കൂട്ടിയാൽ നമുക്ക്
ജപ്പാനിലെ സമയം കിട്ടും. എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ സമയം ചൊവ്വാഴ്ച 2:30 AM. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ള ആശയങ്ങൾ. ഈ ചാപ്റ്ററിലെ പ്രധാന ആശയങ്ങൾ ഓർമ്മിച്ചു വെക്കുക. വാട്ട് ആർ ദ റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് ഡിഫറെൻറ്റ് സീസൺസ് അറിയാലോ എല്ലാവർക്കും. വട്ട് യു മീൻ ബൈ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്? വട്ട് യു മീൻ ബൈ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ? അല്ലേ? അതായത് ഒന്നാമത്തെ ആശയം എന്താണ്? ഋതുവ്യത്യാസങ്ങൾക്ക് കാരണങ്ങൾ എന്തെല്ലാം? അതേപോലെ തന്നെ എന്താണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത? എന്താണ് സൂര്യൻ്റെ അയനം? സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് 4 ദിവസങ്ങൾ അല്ലേ? ഏതൊക്കെയായിരുന്നു? മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ പരീക്ഷ സംബന്ധമായിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട്? സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ, ഇക്വിനോക്സസ് അല്ലേ? ഇക്വിനോക്സസ് ഏതൊക്കെയാ ദിവസങ്ങൾ? സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ, ഇക്വിനോക്സസ് ഏതൊക്കെയാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. ക്ലിയർ ആണല്ലോ. ഇനി ഗ്രീഷ്മ അയനാന്ത ദിനം, എക്സാം പോയിന്റ് തന്നെയാണ്. ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോൾസ്റ്റിസ് എന്നാണ്? ജൂൺ 21. സമ്മർ സോൾസ്റ്റിസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ്? ജൂൺ 21. വിശദീകരിച്ചാണ്. അടുത്തത് ശൈത്യ അയനാന്ത ദിനം, വിൻ്റർ സോൾസ്റ്റിസ് ഡേ എന്നാണ്? ഡിസംബർ 22. ഡിസംബർ 22. ദെൻ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നോർത്തേൺ ഹാമിസ്ഫിയറിലും സദേൺ ഹാമിസ്ഫിയറിലും, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഋതുക്കൾ മാറി മാറി അനുഭവപ്പെടുന്നുണ്ട്. കാരണം സൂര്യതാപ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുന്നുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് ഋതുക്കൾ മാറി മാറി അനുഭവപ്പെടുന്നുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം, ഉഷ്ണകാലം, വസന്തകാലം, ഹേമന്തകാലം, അതിൻ്റെ സവിശേഷതകൾ. ഓക്കെ ആണല്ലോ? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരു പോയിന്റ് പറയാം. ശൈത്യകാലത്തിൽ നിന്ന് ഉഷ്ണകാലത്തിലേക്കുള്ള പരിവർത്തന കാലം, ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം വിൻ്റർ ടു സമ്മർ. ദെൻ ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം സമ്മർ ടു വിൻ്റർ. ഉഷ്ണകാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള പരിവർത്തന കാലം, മാറ്റത്തിൻ്റെ കാലം. ഉത്തരം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അറിയാം. നെക്സ്റ്റ് ശ്രദ്ധിച്ചോ. ഈ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ ആശയം എന്ന് പറഞ്ഞാൽ സമയവുമായി ബന്ധപ്പെട്ടാണ്. പരീക്ഷ സംബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രാദേശിക സമയം? വട്ട് യു മീൻ ബൈ ലോക്കൽ ടൈം? ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് വിൽ ബി ദ കോംപ്ലിക്കേഷൻസ് ഇഫ് ദർ ആർ സെവറൽ ലോക്കൽ ടൈം ഇൻ എ കൺട്രി? ദെൻ വട്ട് യു മീൻ ബൈ ടൈം സോൺസ്? എന്താണ് സമയമേഖലകൾ? ദെൻ വാട്ട് യു മീൻ ബൈ ഗ്രീൻവിച്ച് മീൻ ടൈം? എന്താണ് ഗ്രീൻവിച്ച് സമയം? ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻവിച്ച് ലൈൻ, ഗ്രീൻവിച്ച് രേഖയുടെ പ്രാധാന്യം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ പ്രാധാന്യം. നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം? എന്താണ് മാനക രേഖാംശം, എന്താണ് മാനക സമയം? പിന്നെ പാഠഭാഗത്തുള്ള സമയനിർണയവുമായി ബന്ധപ്പെട്ട 2 ആശയങ്ങൾ. ഒന്ന് ഇന്ത്യയിലെ സമയം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് ജപ്പാനിലെ സമയം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടു. ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. എല്ലാവരും ക്ലാസ്സൊക്കെ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പാഠഭാഗം കൃത്യമായിട്ട് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നോട്ട്സുകളൊക്കെ കൃത്യമായിട്ട് വായിക്കുക. എന്തായാലും ശരി, ഈ ക്ലാസ് എന്നതിലുപരിയായിട്ട് നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ ഈ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാം. ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇന്ന് നമ്മൾ ഇത്രയും പറഞ്ഞ് ക്ലാസ് നിർത്തുകയാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ.